നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് വടക്കാഞ്ചേരി SHO ഷാജഹാൻ കുന്നംകുളം CI ആയിരിക്കെ കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സംരക്ഷിച്ചെന്നാരോപിച്ച് അംഗനവാടികളിൽ ഭക്ഷണം പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ പദ്ധതിക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. തുടക്കം ബിരിയാണിയോടെ. അച്ചടക്കമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നത് വിദ്യാലയങ്ങളെന്ന് K. ശാന്തകുമാരി MLA. കേളശ്ശേരി ഹൈസ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ്. കേളശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച റോഡുകൾ MLA നാടിന് സമർപ്പിച്ചു. മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനം. ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകൾ വർദ്ധിപ്പിച്ചു. ചെയർകാർ കോച്ചുകൾ 14 നിന്ന് 18 ഉയർത്തി. എക്സിക്യൂട്ടീവ് കോച്ചുകളുടെ എണ്ണം 2 തന്നെ. വാർത്തകൾ വിശദമായി. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പുഴപ്പാലത്തിന് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇതിനിടെ പരിക്കേറ്റ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. അർദ്ധരാത്രിയിൽ വീട് കയറി പോലീസ് അക്രമം നടത്തുന്നു, കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ അന്നത്തെ CI ആയിരുന്ന ഷാജഹാൻ സംരക്ഷിക്കുന്നു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നിലവിൽ ഷാജഹാൻ വടക്കാഞ്ചേരി SHO ആണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അംഗനവാടികളിൽ പുതിയ ഭക്ഷണ പരിഷ്കാരം. ഇനി മുതൽ കുട്ടികൾക്ക് മുട്ട ബിരിയാണിയും നൽകുന്നു. ICDS ഷൊർണൂർ സെക്ടറിന് കീഴിലെ അംഗനവാടികളിൽ കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകി തുടങ്ങി. സർക്കാരിൻ്റെയും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിൻ്റെയും ആഹ്വാനപ്രകാരമാണ് കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകുന്നത്. അംഗനവാടി കുട്ടികൾ ഇനി മുതൽ കൂടുതൽ ഹാപ്പിയാകും. അംഗനവാടികളിൽ പുതിയ ഭക്ഷണ പരിഷ്കാരം വന്നതോടുകൂടിയാണിത്. കുട്ടികളുടെ മുഖത്തെ പുഞ്ചിരി മാത്രമല്ല, സന്തോഷവുമായി. ആഴ്ചയിൽ മുട്ടയും പാലും നൽകി വന്നിരുന്ന അംഗനവാടികളിലാണ് കുട്ടികൾക്ക് മുട്ട ബിരിയാണിയും നൽകുന്നത്. സർക്കാരും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പും സംസ്ഥാനത്തെ അംഗനവാടികളിൽ കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകണമെന്ന ആഹ്വാനം നേരത്തെ നൽകിയിരുന്നു. ഇതുപ്രകാരമാണ് ICDS ഷൊർണൂർ സെക്ടറിലെ അംഗനവാടികളിലും ഇത്തരത്തിൽ കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകി വരുന്നത്. അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, കൗൺസിലർ ലത, അംഗൻവാടി ടീച്ചർ ബിന്ദു, ഹെൽപ്പർ യമുന എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചുടുവാലത്തൂർ 81 നമ്പർ അംഗനവാടിയിൽ കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകിയത്. ഇത്തരത്തിൽ ആഴ്ചയിൽ 3 ദിവസം കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകാനാണ് നിർദ്ദേശമെന്ന് അംഗനവാടി ടീച്ചർ ബിന്ദു പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ സെൻറ്റർ നമ്പർ 81 ചുടുവാലത്തൂർ അംഗൻവാടിയിൽ വെച്ച് സർക്കാരിൻ്റെ തീരുമാനപ്രകാരമുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കുള്ള മുട്ട ബിരിയാണി ALMC അധ്യക്ഷൻ സാന്നിധ്യത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കളിച്ചും ചിരിച്ചും കൂടുതൽ ഉല്ലസിക്കാനും കുട്ടികൾക്ക് കരുത്തായി മാറും മുട്ട ബിരിയാണി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്തിലെ അംഗൻവാടികളിൽ പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് തല ഉദ്ഘാടനം മണ്ണൂർ ചന്ദനപ്പുറം അംഗനവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത നിർവഹിച്ചു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തുന്നത് ഈ അംഗൻവാടി മേഖലകൾക്ക് വേണ്ടിയാണ്. അതായത് പോസ്റ്റ് വിഭാഗങ്ങൾക്കായിട്ട് ഏകദേശം 18 ലക്ഷം രൂപയോളം നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും കുട്ടികളുടെയും മറ്റു എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ വർധനവ് എന്തായാലും ചൂടുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അത് നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ P. നളിനി പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് മെമ്പർ PS. മുത്തലി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ PC. സുമ, പഞ്ചായത്ത് അംഗം A. ഷിഹാബ്, PM. യൂസഫ്, C. ഇസ്മായിൽ, അംഗൻവാടി വർക്കർ K. സതി എന്നിവർ പ്രസംഗിച്ചു. പരിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി ആദ്യ ദിനം മുട്ട ബിരിയാണിയാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണമായി നൽകിയത്.
ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണം പുതിയ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് നൽകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനമായി ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ചെയർകാർ കോച്ചുകളുടെ എണ്ണം 14 നിന്ന് 18 ആയാണ് ഉയർത്തിയത്. ചൊവ്വാഴ്ച മുതൽ പുതിയ കോച്ചുകളുമായി വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചു. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. എക്സിക്യൂട്ടീവ് കോച്ചുകളുടെ എണ്ണം 2 തന്നെയായിരിക്കും. ഇതോടെ ഇന്നു മുതൽ 20 കോച്ചുകളുമായാണ് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. മധുരൈ ബംഗളൂരു കണ്ടോൺമെൻറ് റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണവും റെയിൽവേ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 7 ചെയർകാർ എന്നത് 14 ചെയർകാറായും എക്സിക്യൂട്ടീവ് കോച്ചിൻ്റെ എണ്ണം 2ആയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മംഗളൂരു ഡിപ്പോയിലെ പരിശോധന നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു. 1016 സീറ്റുള്ള വണ്ടിയിൽ 320 സീറ്റ് വർദ്ധിപ്പിച്ച് 1336 സീറ്റാക്കി. 16 കോച്ചുകളുമായി നേരത്തെ ഓടിയിരുന്ന വണ്ടി 20 കോച്ചുകളുമായാണ് ഇന്ന് പാളത്തിലിറങ്ങിയത്. പുതിയ വണ്ടി പാലക്കാട് വഴി മംഗളൂരുവിലേക്ക് പോയി. 16 കോച്ചുകളുമായി ആലപ്പുഴ വഴി ഓടുന്ന മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതാണ് 20 കോച്ചിലേക്ക് മാറുന്നത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. യുവമോർച്ച കുഴൽമന്ദം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബി സുബിൻ പാർട്ടി വിട്ട് CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗവും കുഴൽമന്ദം ഏരിയ സെക്രട്ടറിയുമായ എ അനിതാനന്ദൻ സുബിനെ പൊന്നാട അണിച്ച് സ്വീകരിച്ചു. സ്വീകരണ ചടങ്ങിൽ S അബ്ദുൾ മാസ്റ്റർ, R സുരേന്ദ്രൻ, A ശ്യാമളൻ, P ഷേളി, K ഷൈജു, S ഷിജു, S സിദ്ദിഖ്, ദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാത്തൂരിൽ തെരുവ് നായ ശല്യത്തെ തുടർന്ന് ജനം പൊറുതിമുട്ടി. പാതയോരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും തമ്പടിച്ചു നിൽക്കുന്ന തെരുവ് നായ്ക്കൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയാവുന്നു. ഇത്തരം നായ്ക്കളെ നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന ആവശ്യമുയർന്നു. മാത്തൂരിലാണ് തെരുവ് നായ ശല്യം രൂക്ഷം. പൊറുതിമുട്ടിയ നാട്ടുകാർക്ക് യാത്ര പ്രയാസപൂർണ്ണമാണ്. ചെറിയ കുട്ടികളെ സ്കൂളിലേക്കും മദ്രസകളിലേക്കും അയക്കാൻ രക്ഷിതാക്കൾക്ക് ഭയപ്പാടാണ്. പാതയോരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലെ ഇടവഴികളിലുമെല്ലാം തെരുവ് നായ്ക്കൾ തമ്പടിച്ചു നിൽക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്കും ഇവ ശല്യമായിട്ടുണ്ട്. മാത്തൂരിൽ ആഴ്ചകൾക്ക് മുൻപ് തെരുവുനായുടെ കടിയേറ്റ് ആടുകൾ ചത്തിരുന്നു. സ്കൂളിലേക്കും മറ്റും പോകുന്ന കുട്ടികളെ തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങളും നിരവധിയാണ്. വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടി അപകട സംഭവങ്ങൾ ഉണ്ടാകുന്നതും പതിവാകുന്നു. പാതയോരങ്ങളിൽ വ്യാപകമായി തള്ളുന്ന മാലിന്യം തെരുവുനായ്ക്കളുടെ ഭക്ഷണമാണ്. മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവന് ഭീഷണിയായ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് മുഖ്യ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അച്ചടക്കമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നത് വിദ്യാലയങ്ങളാണെന്ന് കെ ശാന്തകുമാരി MLA. കേരളശ്ശേരി ഹൈസ്കൂളിൽ 2023-25 ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സീനിയർ കേഡറ്റ് അഭിനയം നടിക്കുന്ന 1-ാം നമ്പർ പ്ലട്ടൂൺ ഡയസിന് സമീപത്തുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ സീനിയർ കേഡറ്റ് ലാൽകൃഷ്ണൻ നയിക്കുന്ന 2-ാം നമ്പർ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഡയസിന് സമീപം. നമ്മുടെ സമൂഹം ഏറ്റവും അച്ചടക്കമുള്ള സമൂഹമായി വളരണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഏത് ലക്ഷ്യവും സാധ്യമാകണമെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കണം. അത് വിദ്യാഭ്യാസ പ്രവർത്തന രീതിയിലും കലാകായിക പ്രവർത്തനങ്ങളിലും എല്ലാം ആ രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി വലിയൊരു ഉത്തരവാദിത്വം ഓരോ SPC സ്റ്റുഡൻസിനും വർത്തമാന കാലത്ത് ഏറ്റെടുക്കാനുണ്ട് എന്ന് നാം ഓരോരുത്തരും കൃത്യമായി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ചടങ്ങിൽ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷയായിരുന്നു. കോങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ M രമേശ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് KA ബാലസുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർ PC രാഹുൽ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം KP സുഭദ്ര, പാലക്കാട് ജില്ലാ SPC പദ്ധതി ADNO T നന്ദകുമാർ, പ്രിൻസിപ്പാൾ NS സിനു, പ്രധാനാധ്യാപിക P രാധിക എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സ്റ്റുഡൻറ് പോലീസ് കാഡറ്റുകളെ MLA അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൈപ്പിടാൻ റോഡ് വെട്ടിപ്പൊളിച്ച് ചാലുകീറിയത് ഗതാഗതത്തിന് തടസ്സമായെന്ന് പരാതി. കോട്ടായി ശാസ്താപുരം ഓടന്നൂർ പാതയിൽ ശാസ്താപുരം അയ്യപ്പൻകാവിലേക്ക് തിരിയുന്ന ഭാഗത്താണ് റോഡ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. അധികൃതർക്കെതിരെ നടപടി
എടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോട്ടായിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടാൻ ചാലുകീറിയതാണ് ജനത്തെ പ്രയാസത്തിലാക്കുന്നത്. കോട്ടായി ശാസ്താപുരം ഓടന്നൂർ റോഡിൽ ശാസ്താപുരം അയ്യപ്പൻകാവിലേക്ക് തിരിയുന്ന ഭാഗത്താണ് റോഡ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് വൻ ഗർത്തമായിട്ടുണ്ട്. റോഡിന് കുറുകെ ചാലുകീറി പൈപ്പിട്ട് മണ്ണിട്ട് നികത്തി അധികൃതർ സ്ഥലം വിടുകയായിരുന്നു. എന്നാൽ മഴ പെയ്തതോടെ ചാലുകീറിയ ഭാഗത്ത് വൻ ഗർത്തമായി തീർന്നു. വാഹനയാത്രക്കാർക്ക് ഗർത്തം ശ്രദ്ധയിൽപ്പെടാനും പ്രയാസമാണ്. ഇതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഗർത്തത്തിൽപ്പെട്ട് മറയുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോഡ് വെട്ടിപ്പൊളിച്ച് ചാൽ കൃത്യമായി മൂടാതെ ഉപേക്ഷിച്ച കരാറുകാരനെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേളശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച റോഡുകൾ കെ ശാന്തകുമാരി MLA നാടിന് സമർപ്പിച്ചു. കുണ്ടലശ്ശേരി ചിറക്കേക്കാവ് റോഡ്, കുണ്ടലശ്ശേരി പട്ടുത്തുപാറ റോഡ് എന്നിവയാണ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തത്. ചിറക്കേക്കാവ് റോഡ് 12 ലക്ഷം രൂപ ചെലവിലും പട്ടത്തുംപാറ റോഡ് 15 ലക്ഷം രൂപ ചെലവിലുമാണ് നവീകരിച്ചത്. 2 പ്രധാന റോഡുകളും പ്രദേശവാസികൾക്ക് ഓണസമ്മാനമായി സമർപ്പിക്കുകയാണെന്ന് MLA പറഞ്ഞു. ഇവിടുത്തെ എല്ലാവരുടെയും സഹകരണം നമുക്കറിയാം. ഒരു ഭരണപ്രതിപക്ഷമൊക്കെ പഞ്ചായത്തിലുണ്ടെങ്കിൽ പോലും അവരെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതി കൂടിയാണ് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. റോഡ് വികസനം എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം. നിങ്ങളുടെ എല്ലാം വലിയൊരു ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തലച്ചുമടായി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അന്നങ്ങനെ ആരും താല്പര്യപ്പെടുന്നില്ല. അതല്ല, കാലഘട്ടം മാറിയില്ലേ. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KA ബാലസുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ B നന്ദിനി, പഞ്ചായത്ത് അംഗം OK രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ രമാ മുരളി സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിലെ ചുടുവാലത്തൂർ 81 നമ്പർ അംഗൻവാടി കെട്ടിടത്തിൻ്റെയും ഇതോടൊപ്പം വായനശാല കെട്ടിടത്തിൻ്റെയും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെ 12-ാം വാർഡ് ചുടുവാലത്തൂരിൽ ചക്കുന്നത്തെ രാമചന്ദ്രൻ നായരുടെ പത്നി സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് 81 നമ്പർ ചുടുവാലത്തൂർ അംഗൻവാടിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി ഉയരുന്ന കെട്ടിടത്തിന് മുകളിൽ ചക്കുന്നത്തെ രാമചന്ദ്രൻ നായർ സ്മാരക വായനശാലയും നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം. P മമ്മിക്കുട്ടി MLA 1 മാസം മുൻപ് നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 മാസം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പറഞ്ഞു. ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ ഏജൻസിയായ കെല്ലിൻ്റെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കരാറ് അബ്ദുൽ കാസിം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗത്തിൽ ഇതിൻ്റെ തറക്കല്ലിടലും പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുടുവാലത്തൂരിലെ 81 നമ്പർ അംഗൻവാടി ഏതാണ്ട് 25 വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ 25 വർഷമായി 81 നമ്പർ അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 650 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെല്ലിനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. യുവതിയുടെ ചികിത്സാ സഹായത്തിനായി സുമൻസുകളുടെ സഹായം തേടുന്നു. ഓങ്ങല്ലൂരിലെ കാരക്കാട് സ്വദേശിനി 37 വയസ്സുള്ള റെഹാനത്തിൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് സഹായം തേടുന്നത്. നിലവിൽ തിരുവനന്തപുരത്തെ RRCയിൽ ഇവർ ചികിത്സയിലാണ്. ഈ തുക കണ്ടെത്താനായി ചികിത്സാ സഹായ കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കല്ലകത്തെ അബൂബക്കറിൻ്റെ മകൾ 37 വയസ്സുള്ള റെഹാനത്താണ് മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരം RRCയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിവേഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന രോഗം മാറാൻ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യൽ മാത്രമാണ് പരിഹാരമെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 മക്കളുള്ള ഈ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ചികിത്സയ്ക്കായി വരുന്നത്. ഇത് താങ്ങാൻ ഈ കുടുംബത്തിന് കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി ഒരു കഴിവുമില്ലാത്ത റെഹാനത്തിനെ സഹായിക്കാനായി നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മുഹമ്മദ് മുഹ്സിൻ MLA
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, കമ്മിറ്റി ചെയർമാൻ കെ.എം. മുജിബുദ്ദീൻ, കൺവീനർ എം. യൂസഫ് കുട്ടി, മഹൽ ഖത്തീബ് ബഷീർ ബദവി, വാർഡ് മെമ്പർ ഹസീന, മഹൽ പ്രസിഡന്റ് അബൂബക്കർ ഹാജി, ട്രഷറർ വി.കെ. ഇക്ബാൽ തുടങ്ങിയ നാട്ടിലെ പൗരപ്രമുഖർ സഹായം അഭ്യർത്ഥിച്ചു. നമ്മുടെ കാരക്കാട് പ്രദേശത്ത് കല്ലകത്ത് അബൂബക്കർ എന്ന അബൂട്ടിക്കാടെ മകള് റൈഹാനത്ത് 37 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3 കുട്ടികളുടെ ഉമ്മയാണ്. അവർ ബോൺ മാരോ ക്യാൻസറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ്. ചികിത്സക്ക് മജ്ജമാറ്റിവെക്കൽ മാത്രമാണ് ഒരു പരിഹാരം. അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സക്ക് വലിയ ഭീമമായ തുക ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘാടക സമിതി ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ ചികിത്സക്ക് റൈഹാനത്ത് രക്ഷപ്പെടുകയാണെങ്കിൽ ഒരു വലിയൊരു കുടുംബം അതിൻ്റെ ഭാഗമായി രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ട ചികിത്സാ ചെലവിൻ്റെ സഹായങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുവാനും നമ്മുടെ കാലക്കാട് മഹല്ലത്തിലും പുറമേയുമുള്ള വിദേശികളും സ്വദേശികളുമായ എല്ലാ ആളുകൾക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ സദുദ്യമത്തിൽ സഹകരിക്കണമെന്ന് മഹല്ല് പ്രസിഡന്റ് നിലക്ക് അഭ്യർത്ഥിക്കുന്നു. ചെയർമാൻ കെ.എം. മുജിബുദ്ദീൻ, കൺവീനർ എം. യൂസഫ് കുട്ടി, ട്രഷറർ വി.കെ. ഇക്ബാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് റൈഹാനത്ത് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഇനി പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സുമാൻസുകൾക്ക് സഹായം നൽകാമെന്നും ഈ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രശസ്ത ഇലത്താള കലാകാരൻ തോന്നൂർക്കര ശങ്കരൻകുട്ടിയുടെ 75ാം പിറന്നാൾ ആഘോഷവും സുവർണ മുദ്ര സമർപ്പണവും നടന്നു. ചേലക്കര എം.എൽ.എ. യു.ആർ. പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരം എന്ന പേരിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ചേലക്കര എം.എൽ.എ. യു.ആർ. പ്രദീപ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത്. 75 വർഷമായാലും 60 വർഷമായി ഈ രംഗത്ത് ഉണ്ട് എന്നാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞത്. അപ്പോൾ 15 വയസ്സിൽ തന്നെ ഈ കലയുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹം തോന്നൂർക്കരയിൽ നമ്മുടെ നാടിനുമെല്ലാം വലിയ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. പത്മജ അധ്യക്ഷയായി. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സുവർണമുദ്ര സമർപ്പണം നടത്തി. പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ കീർത്തിഫലക സമർപ്പണവും നടത്തി. രക്ഷാധികാരി ഇ. വേണുഗോപാലമേനോൻ മംഗളപത്ര സമർപ്പണവും നടത്തി. ചെറുപ്പശ്ശേരി ശിവൻ പ്രശസ്തിപത്ര സമർപ്പണം നിർവഹിച്ചു. കല്ലൂർ രാമൻകുട്ടിമാരാർ, കാലടി കൃഷ്ണയ്യർ, കിഴക്കോട്ട് അനിയന്മാരാർ, ചോറ്റാനിക്കര വിജയന്മാരാർ, ഡോക്ടർ സതീഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. കോർഡിനേറ്റർ പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ കിള്ളിമംഗലം പ്രിയേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓട്ടംതുള്ളൽ, തിരുവാതിരക്കളി, പഞ്ചവാദ്യം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജെസി പാലക്കാട് ഫോർട്ടിൻ്റെ പൊതുജന സമ്പർക്ക വാരം പ്രീസം ആരംഭിച്ചു. വരുന്ന ഒരാഴ്ച വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പ്രവീൺ എസ് മാധവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യക്തിത്വ വികസന ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് പ്രവീൺ എസ് മാധവൻ അറിയിച്ചു. വനിതകളുടെ വ്യക്തിത്വ വികസനം, സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യമിട്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചും പദ്ധതികൾ നടപ്പാക്കും. ആരോഗ്യമുള്ള യുവത എന്ന സന്ദേശത്തിൽ യോഗ, മെഡിറ്റേഷൻ എന്നിവ പരിശീലിപ്പിക്കുന്നതിനൊപ്പം യുവതീയുവാക്കൾക്കായി കായിക മത്സരങ്ങളും രക്തദാന ക്യാമ്പും വിദ്യാർത്ഥികൾക്കായി കലാകായിക മത്സരങ്ങളും നടത്തും. മൗലിക മനുഷ്യാവകാശ സംരക്ഷണ ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തും. മികച്ച സംരംഭകർ, മികച്ച പൊതുജന സേവകർ എന്നിവരെ കണ്ടെത്തി യുവപ്രതിഭാ പുരസ്കാരം നൽകുമെന്നും പ്രവീൺ എസ് മാധവൻ അറിയിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ, വനിതാ വിഭാഗം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വർഷ എസ് കുമാർ, വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു മാരത്തോൺ അതിലൂടെയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം ഞങ്ങളൊരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തി. ഈ പത്രസമ്മേളനം നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 15-ാം തീയതി വരെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് വടക്കാഞ്ചേരി SHO ഷാജഹാൻ കുന്നംകുളം CI ആയിരിക്കെ കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സംരക്ഷിച്ചെന്നാരോപിച്ച് അംഗനവാടികളിൽ ഭക്ഷണം പരിഷ്കാരം. പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ പദ്ധതിക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. തുടക്കം ബിരിയാണിയോടെ. അച്ചടക്കമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നത് വിദ്യാലയങ്ങളെന്ന് K. ശാന്തകുമാരി MLA. കേളശ്ശേരി ഹൈസ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ്. കേളശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച റോഡുകൾ MLA നാടിന് സമർപ്പിച്ചു. മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനം. ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകൾ വർദ്ധിപ്പിച്ചു. ചെയർകാർ കോച്ചുകൾ 14 നിന്ന് 18 ഉയർത്തി. എക്സിക്യൂട്ടീവ് കോച്ചുകളുടെ എണ്ണം 2 തന്നെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.